കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടാണ്. മുന്നണികൾ പരസ്പരം കൊമ്പുകോർത്തും വാഗ്ദാനങ്ങൾ നൽകിയുമൊക്കെ പ്രചരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റും ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 സ്വന്തമാക്കി കോൺഗ്രസ് ഗംഭീര വിജയം സ്വന്തമാക്കിയിരുന്നു. ആ ഒരു വിജയത്തിലും കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. എന്നാൽ ഒരു സീറ്റ് മാത്രം നേടി തൃപ്തിയണയേണ്ടി വന്ന LDFന് ഇത് വാശിയുടെ പോരാട്ടമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയം ഇത്തവണ ഉണ്ടാകില്ല എന്ന ഉറപ്പോടെയാണ് LDF തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. വ്യക്തമായ കണക്കുകൂട്ടലിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന്റെ ഭാഗമായി LDF അവരുടെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച നിലപാടിലാണ് BJP. 3 മുന്നണികളും ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങളുടെ കണക്കുകളെടുത്താൽ വിദ്യാഭ്യാസം പോലെ തന്നെ ആസ്തിയിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ശശി തരൂർ തന്നെയാണ്. തരൂരിന് 56.6 കോടി രൂപ മൂല്യമുള്ള സ്വത്തുവകകളാണുള്ളത്. 19 ബാങ്ക് അക്കൗണ്ടുകളിലും ഓഹരി ബോണ്ടുകളിലുമടക്കം 49.31 കോടി രൂപയുടെ നിക്ഷേപവുമുണ്ട്. 32 ലക്ഷം രൂപ വിലയുള്ള 534 ഗ്രാം സ്വർണവും 22.68 ലക്ഷം രൂപ വിലയുള്ള 22 കാറുകളും ശശി തരൂരിനുണ്ട്. 6.75 കോടി രൂപയുടെ ഭൂസ്വത്തുകളാണ് തരൂരിനുള്ളത്. കടബാധ്യതകളൊന്നും തന്നെ ഇല്ലെന്നും കൈവശം 36,000 രൂപ മാത്രമാണ് ഉള്ളതെന്നും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറാണ് സ്ഥാനാർത്ഥികളുടെ ആസ്തിയുടെ കണക്കെടുത്താൽ അതിൽ 2ാം സ്ഥാനത്ത്. ആകെ 23.65 കോടി രൂപയുടെ സ്വത്താണ് രാജീവ് ചന്ദ്രശേഖറിനുള്ളത്. 14.4 കോടിയുടെ സ്ഥാവര സ്വത്തുക്കളും 9.25 കോടിയുടെ സ്വർണം, വാഹനം തുടങ്ങി ജംഗമ സ്വത്തുക്കളും ആസ്തിയിൽ ഉൾപ്പെടുന്നതായി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നുണ്ട്. ആസ്തിയിൽ മുൻപന്തിയിലുള്ളൊരു മറ്റൊരു സ്ഥാനാർത്ഥി NDAയുടെ തന്നെ തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിയാണ്. 12.66 കോടിയാണ് സുരേഷ് ഗോപിയുടെ ആകെ ആസ്തി. 8.59 കോടിയുടെ സ്ഥാവര സ്വത്തും 4.7 കോടിയുടെ ജംഗമ സ്വത്തുക്കളും ഉള്ളതായി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. 2019 10.66 കോടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ആസ്തി. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശാണ് 10 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി. 10.38 കോടിയാണ് അടൂർ പ്രകാശിന്റെ ആകെ ആസ്തി. 2019 14.4 കോടിയായിരുന്നു അടൂർ പ്രകാശിന്റെ ആസ്തി. KPCC പ്രസിഡന്റും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരന് 6.99 കോടിയാണ് ആകെ ആസ്തിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 ഇത് 3.16 കോടിയായിരുന്നു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജിന് 7.5 കോടിയുടെ സ്വത്തുണ്ട്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരന് 5.26 കോടിയാണ് ആസ്തി. പൊന്നാനിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിക്ക് 2.7 കോടിയും വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് 1.56 കോടിയും ആസ്തിയുണ്ട്. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ 1.44 കോടി, എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ 1.3 കോടി, മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് 1.5 കോടി എന്നിവരാണ് കോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾ. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളായ KC വേണുഗോപാലിന് 86.5 ലക്ഷവും AM മാരിഫിന് 47.16 ലക്ഷവുമാണ് ആകെ ആസ്തിയുള്ളത്. ആസ്തിയുടെ കണക്കെടുക്കുമ്പോൾ മുൻപന്തിയിൽ വരുന്നവർ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏത് സ്ഥാനത്തെത്തുമെന്നറിയാൻ ഇനി വോട്ടെണ്ണൽ വരെ കാത്തിരിക്കണം.